നമസ്കാരം. റഷ്യയുടെ അത്യാധുനിക 5ാം തലമുറ യുദ്ധവിമാനമായ സുഖോയ് 57 ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പ്രതിരോധ മേഖലയിൽ ഒരിക്കൽ കൂടി സജീവമായിരിക്കുകയാണ്. ദീർഘകാലമായി ഇന്ത്യയും റഷ്യയും തമ്മിൽ ഈ വിമാനത്തിൻ്റെ കൈമാറ്റത്തെക്കുറിച്ച് ആശയവിനിമയം നടത്തുന്നുണ്ട് എങ്കിലും ഇതിൽ അന്തിമമായ ഒരു തീരുമാനം ഇന്ത്യ അറിയിച്ചിട്ടില്ല. വിമാനം നൽകുവാൻ റഷ്യ തയ്യാറാണെങ്കിലും കണ്ണുമടച്ച് വാങ്ങുവാൻ ഭാരതം തയ്യാറല്ല. അടുത്തിടെ നടന്ന റൈസിംഗ് ഭാരത് ഉച്ചകോടിയിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് നടത്തിയ വെളിപ്പെടുത്തലുകൾ ഈ വിഷയത്തിലെ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നതാണ്. സാങ്കേതികമടക്കമുള്ള ചില തടസ്സങ്ങൾ നിലനിൽക്കുന്നതിനാൽ സുഖോയ് 57 വാങ്ങുന്ന കാര്യത്തിൽ സർക്കാർ ഇതുവരെ പച്ചക്കൊടി കാട്ടിയിട്ടില്ലെന്ന് അദ്ദേഹം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇന്ത്യയും റഷ്യയും സംയുക്തമായി 5ാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കുന്നതിനുള്ള FGFA പദ്ധതിയിൽ നിന്ന് 2018 ഇന്ത്യ പിന്മാറിയിരുന്നു. വിമാനത്തിൻ്റെ നിർമ്മാണ ചെലവ്, സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യുന്നതിലെ പോരായ്മകൾ, റഡാറുകളുടെ കണ്ണിൽപ്പെടാതിരിക്കാനുള്ള സ്റ്റെൽത്ത് ശേഷിയിലുള്ള സംശയങ്ങൾ, എഞ്ചിൻ്റെ കരുത്ത് എന്നിവയെല്ലാം അന്ന് ഇന്ത്യ ഉന്നയിച്ച പ്രധാന ആശങ്കകളായിരുന്നു. വർഷങ്ങൾക്ക് ഇപ്പുറം റഷ്യ ഈ വിമാനം വീണ്ടും ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് എങ്കിലും പഴയ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതിൽ അവ്യക്തതയുണ്ട്. ഒരു യുദ്ധവിമാനം വാങ്ങുമ്പോൾ അതിൻ്റെ പ്രവർത്തനക്ഷമത മാത്രമല്ല, മറിച്ച് വരും ദശാബ്ദങ്ങളിൽ അത് പരിപാലിക്കുന്നതിനുള്ള ചെലവും വിദേശ രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കേണ്ടി വരുമോ എന്ന കാര്യവും ഇന്ത്യ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് യുദ്ധവിമാനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ സ്വന്തം രാജ്യത്ത് തന്നെ അത്യാധുനിക വിമാനങ്ങൾ വികസിപ്പിച്ചെടുക്കുക എന്ന ആത്മനിർഭർ ഭാരത് എന്ന നയത്തിനാണ് നിലവിൽ ഇന്ത്യ മുൻഗണന നൽകുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന 5ാം തലമുറ യുദ്ധവിമാനമായ അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ AMCA പദ്ധതിയിലാണ് രാജ്യം ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് നീങ്ങുന്ന ഇന്ത്യക്ക് മറ്റൊരു രാജ്യത്തു നിന്ന് സാങ്കേതിക വിദ്യ കൈമാറ്റം കൂടാതെ വിമാനങ്ങൾ വാങ്ങുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമാകില്ല എന്ന വിലയിരുത്തലുമുണ്ട്. സ്വന്തം നിലയിൽ വിമാനങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ സാങ്കേതിക വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുവാനും വിദേശ വിപണികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുവാനും ഇന്ത്യക്ക് സാധിക്കും. ചുരുക്കത്തിൽ സുഖോയ് 57 ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണോ എന്ന കാര്യത്തിൽ ഇനിയും ആഴത്തിലുള്ള പരിശോധനകൾ ആവശ്യമാണ്. റഷ്യയുമായുള്ള ദീർഘകാലത്തെ പ്രതിരോധ ബന്ധം കെട്ടുറപ്പുള്ളതാണ് എങ്കിലും രാജ്യത്തിൻ്റെ സുരക്ഷാ താൽപ്പര്യങ്ങളും സാങ്കേതിക മികവും മുൻനിർത്തിയുള്ള തീരുമാനമേ ഇന്നത്തെ ഭാരതം കൈക്കൊള്ളുകയുള്ളൂ. വിദേശ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വന്തം സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ആഭ്യന്തര നിർമ്മാണത്തിന് കരുത്ത് പകരുന്ന നിലപാടാണ് മോദി സർക്കാർ സ്വീകരിച്ചു വരുന്നത്. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ വ്യോമശക്തിയുടെ ദിശ നിശ്ചയിക്കുന്നതിൽ AMCA പദ്ധതിയുടെ പുരോഗതിയും സുഖോയ് 57 പോലെയുള്ള വിമാനങ്ങളുടെ കാര്യത്തിലുള്ള അന്തിമ തീരുമാനവും അതീവ നിർണായകമാകും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.